മയക്കുമരുന്ന് വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ അണിനിരത്താൻ 24. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന ആഘോഷവേള ജനജാഗ്രതയുടെ സന്ദേശമാക്കുകയാണ്. SKN40 എന്ന് പേരിട്ട ജനകീയ യാത്രയ്ക്ക് നാളെ തുടക്കമാകും. എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന കേരള യാത്രയുടെ മുഖ്യ സന്ദേശം അരുത് അക്രമം, അരുത് ലഹരി എന്നതാണ്. നാടിന്റെ മുക്കിലും മൂലയിലും പര്യടനം നടത്തുന്ന കേരള യാത്ര 1 മാസക്കാലം നീണ്ടു നിൽക്കും. ആർ ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകനെ മലയാളി എറിഞ്ഞത് പഠനകാലത്തെ കലാകൗമുദി ഫീച്ചറുകളിലൂടെയാണ്. തലപ്പൊക്കമുള്ള എഴുത്തുകാരുടെ ഇടമാണ് കലാകൗമുദി. തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായിരുന്നു ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട SKN. അക്കാലത്ത് അധ്യാപക ജോലി രാജിവെച്ച് ആകാശവാണിയിലെത്തി. പിന്നീട് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് തുടക്കക്കാരിൽ ഒരാളായി. ദൂരദർശനിലെ ജസ്റ്റ് എ മിനിറ്റും ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിലും ജനമേറ്റെടുത്തു. കേരളത്തിലെ ക്യാമ്പസുകൾ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസമാണ്. പാതിരാ നേരത്ത് മെഴുകുതിരി വെട്ടത്തിൽ പരീക്ഷയിൽ ജയിക്കുമോ പരീക്ഷയിൽ തോക്കുമോ എന്നറിയാൻ ഒരു പുതിയ ബോർഡ്, ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡ് പരീക്ഷ കാരണം പല പെൺകുട്ടികൾക്കും മനോവിഭ്രാന്തി ഉണ്ടായി എന്നും പരാതി കേൾക്കുന്നു. ഏഷ്യാനെറ്റിന് പിന്നാലെ സൂര്യ TVയിലും സംവാദ അവതാരകനായി. സംവാദങ്ങൾ ചിലപ്പോ ആടിനെ പട്ടിയാക്കിയെന്ന് വരും. അത് ഇവിടെ നടക്കില്ല. നേരിന്റെ കല്ലുകൾ കാണിച്ചു തരാൻ ഞാൻ വരികയാണ്. മലയാള മനോരമയുടെ ദൃശ്യമാധ്യമത്തിലേക്കുള്ള ചുവടുവെക്കാൻ നേതൃപരമായ പങ്ക് വഹിച്ചു. വൈകാതെ ഫ്ലവേഴ്സ് എന്ന ജനപ്രിയ ചാനലിന് തുടക്കമിട്ടു. ഫ്ലവേഴ്സിന് പിന്നാലെ തുടങ്ങിയ 24ഉം പ്രേക്ഷക പിന്തുണയിൽ അധികം വൈകാതെ മുന്നിലെത്തി. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വളർച്ചയുടെ കാലത്തും മനുഷ്യരെ ചേർത്തുപിടിക്കാൻ 24 ശ്രമിച്ചിട്ടുണ്ട്. ഇതാ ഈ കാലത്ത് വരുന്നു SKN. ഇനി ലഹരിക്കെതിരായ പ്രതിരോധത്തിൻ്റെ നാളുകൾ. എൻ്റെ കേരളം എൻ്റെ അഭിമാനം. തിരുവനന്തപുരം. ജനങ്ങളാണ് 24ന്റെ ശക്തി. അതുകൊണ്ടാണ് ജനത്തെ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ദൗത്യം ഞങ്ങൾ തീരുമാനിച്ചത്. എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന കേരള യാത്രയുടെ സന്ദേശം ജനം ഏറ്റെടുക്കുമെന്നും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. യാത്രയെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണവും ഞങ്ങൾ തേടിയിരുന്നു. അതിലേക്ക് വേറിട്ട അവതരണ ശൈലി ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. നമ്മൾ തമ്മിലൊക്കെ ആ ഒരു സംവാദത്തിൻ്റെ കൊണ്ടുപോകുന്ന രീതിയൊക്കെ ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ 24 വന്നപ്പോൾ ഒരു വേറെ രീതിയിലാണ് ന്യൂസ് ചാനലിൻ്റെ മറ്റേ AI ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ രീതിയിലാണെങ്കിലും പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വമായതുകൊണ്ട് അതിൻ്റെ ഒരു മേന്മ വേറെ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗിൻ്റെ യൂസേജ് വളരെ കൂടിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇങ്ങനത്തെ പ്രമുഖ ആൾക്കാരെ പുറത്ത് ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചാലാണ് ഇതിനെതിരെ നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും ഒരു അവബോധമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട്. നല്ല അവതരണം തന്നെയാണ്. ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു ചാനലാണ് 24. പിന്നെ ശ്രീകണ്ഠൻ സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമ രംഗത്ത് ഒരുപാട് കാലത്തെ പരിചയവും ഒക്കെ ഉള്ള ആൾ. ആ രീതിയിൽ തന്നെയാണ് ഒരു നല്ല രീതിയിൽ തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് തന്നെ അത് വരാൻ ചാൻസ് കൂടുതലുണ്ട്. 10-18 വയസ്സുള്ള പിള്ളേർ, ആൺപിള്ളേരും പെൺപിള്ളേരും ഈ ലഹരിയാണ് മൊത്തം. അപ്പം നമ്മളതിനെപ്പറ്റി പറഞ്ഞൊന്ന് ഉപദേശിക്കാൻ പോലും ഒക്കാത്തൊരവസ്ഥയിലാണ്. അവർ എപ്പോഴും ലഹരിയില്ലല്ലേ, അതനുസരിച്ച് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. 5-6 വർഷമായിട്ട് കുട്ടികളിൽ, അതായത് ഒരു 20 വയസ്സിന് താഴെ 30 വയസ്സിന് താഴെ ആ കുട്ടികളാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത്. അവരുടെ അടുത്ത് ഒരു ഉപദേശിക്കാനോ ഒന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒന്ന് ഒരു ഓവർടേക്ക് ചെയ്താൽ വന്ന് പറയാൻ പോലും നമുക്ക് പേടിയാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിച്ച് എന്ത് ചെയ്യും. ഈ വഴി എന്ന് പറഞ്ഞാൽ ഈ വഴി ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. എല്ലാ തരത്തിലുള്ള ലഹരിയും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. കുറച്ച് സന്ധ്യ കഴിഞ്ഞാൽ ഈ ഇച്ചിരി ആളൊഴിഞ്ഞ വഴി കൂടി ചെന്നൊക്കെ ആൾക്കാരെ കാണാൻ പറ്റും, കൂടി നിന്ന് മദ്യപിക്കുന്നതും അല്ലാത്ത കാര്യങ്ങളും. ശ്രീകണ്ഠൻ സാറിൻ്റെ അഭിനന്ദനത്തെ പറ്റി പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇപ്പോൾ വോട്ടെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ അന്നാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പുള്ളിയുടെ സംഭവം ഫുൾ ടൈം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവതരണ ശൈലി നമുക്ക് വേറെ ആരുടെയൊന്നും കിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കണ്ടുപോകും. ഇപ്പോൾ കേരള സ്ഥിതി അനുസരിച്ച് ലഹരി ഭയങ്കര സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കര മോശം. അപ്പോൾ അത് പുള്ളി അതിനെതിരെ രംഗത്തിറങ്ങുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.